അവിടെ ഹരി നല്ല കനത്ത പാചകത്തില്ല. നമുക്കത് എന്നാന്നൊന്ന് നോക്കിയിട്ട് വരാം. എന്നാടുക്കും ഹരി? ചിക്കൻ വറുക്കുവാണോ? അല്ല, നമ്മള് ഇന്ന് ബിരിയാണി ഉണ്ടാക്കി നോക്കാൻ പോവാണ്. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നോ? എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മള് ചിക്കൻ വറുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ കുറെ നാളായിട്ട് എന്നാ ഒരു ആഗ്രഹം ബിരിയാണി കഴിക്കണം. പക്ഷെ അപ്പൊ നമുക്ക് വെളിയിൽ പോയി കഴിക്കാൻ പറ്റും. വെളിയിൽ പോയി കഴിച്ച് മടുത്ത് ഇപ്പം സ്വന്തമായിട്ടൊരു ഫുൾ ബിരിയാണി ഉണ്ടാക്കി നോക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പൊ ഇതിന്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഒന്നും നമ്മളത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മളുടെ ഒരു ഹോം വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സവോള വറുത്തിട്ടുണ്ട്, അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വറുത്തെടുക്കണം. അപ്പം ഞങ്ങൾ വേറൊരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം അതിൽ ചിക്കൻ വറക്കുന്നില്ല. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുന്നത് വറുത്ത് കോരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ബിരിയാണി എങ്ങനെയാവും നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ഒരു സെറ്റ് ചിക്കൻ വറുത്ത് 2 സെറ്റായിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഇനി ഇതിനകത്തിട്ട് വേവിക്കാനുള്ള അപ്പം ഇച്ചിരി ക്രിസ്പി പോലെ ഇരിക്കും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി വറുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഇനി അടുത്ത പരിപാടി തുടങ്ങാനായിട്ട്. ചിക്കൻ ഫുള്ള് ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടായി നമുക്ക് ഇതിനകത്തോട്ട് ഇതെല്ലാം ഇട്ട് ഒന്ന് അതാ പച്ചല കയറി വരുന്നുണ്ടാകും. അപ്പം നമ്മള് പിന്നെ ബിരിയാണി ഉണ്ടാക്കണം, പടക്കം ഉണ്ടാക്കും, പൊട്ടട്ടെ, സാവകാശം ഉണ്ടാക്കാം. നമുക്ക് ഒരു തിടുക്കവും ഇല്ല. അപ്പൊ ഈ ഇലയുടെ പച്ച മറ്റേ പഴുത്ത കരിഞ്ഞ ഇലയായിരുന്നു വേണ്ടത്. ഉണങ്ങിയ ഇലയായിരുന്നു. ഞാനിത് പച്ചല എടുത്തിട്ടോണ്ടായിരിക്കും ചിലപ്പം പൊട്ടിയത്. അപ്പൊ ഇതെന്തായാലും ഒന്നും വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ചേർക്കാം. പച്ചമുളകല്ലേ ചേർക്കണ്ടേ? പച്ചമുളക് ഇട്ടു. ഇനി നമുക്ക് ആവശ്യമുള്ള സവോള കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരണം. പിന്നെ നമുക്കിത് ആവശ്യത്തിന് ഉപ്പും ഗാർലിക് പേസ്റ്റും കൂടി ഇതിന്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതെ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. സെറ്റാകും. ഇന്നത്തെ ബിരിയാണി അടിപൊളിയാവും. നമുക്ക് ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കാം. സവോള നന്നായിട്ട് വാടി വന്നു. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പൊടി ഐറ്റംസ് ഉണ്ട്. മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടിച്ചത്, മുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഇതിനകത്തോട്ട് ഇടുവാണ്. ഇനി ഇതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവൻ അങ്ങ് ഇടാൻ പോവാണ്. അപ്പോൾ ഇവന്മാർ രണ്ടുപേരെയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രേവി ഒന്ന് ലൂസായിട്ട് കിടക്കണമല്ലോ. അപ്പോൾ തിളച്ച വെള്ളമാണ് ഇതിനകത്തോട്ട് നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കണം. നമ്മൾ ഓൾറെഡി വറുത്തിട്ട് ഇട്ടത് കൊണ്ട് ഇനിയിപ്പോൾ അധികം വേകണമെന്നൊന്നുമില്ല. ചിക്കൻ ഒന്ന് സെറ്റാകാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഇനി അരി ഉണ്ടാക്കാം. അരി ഉണ്ടാക്കാനായിട്ട് ഇത്രയും സാധനങ്ങൾ ആദ്യം വെള്ളത്തിനകത്തോട്ടിട്ട് തിളപ്പിക്കണം. അതായത് ഈ ഇല ഇട്ടപ്പോഴാണ് നമ്മൾ ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിയത്. പിന്നെ ബാക്കിയുള്ള ഏലക്ക, ഗ്രാമ്പൂ, കറുകപ്പട്ടയൊക്കെ എടുത്തു. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ 1 സ്പൂൺ ഉപ്പ് ഇടാൻ പോവാം. 1 സ്പൂൺ, കറക്റ്റ് 1 സ്പൂൺ ആയിട്ടുണ്ട്. സവോള വറുത്ത എണ്ണ അതും ഒരു 2 സ്പൂൺ ഒഴിക്കുവാണ്. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള അതും ആവശ്യം ഒരിത്തിരി ഇടുക. അപ്പം ഈ നാരങ്ങ ഇടുന്നത് ഇത് സ്റ്റിക്ക് ആകാണ്ട്, അതായത് ഈ
അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനെന്നാണ് ആ വീഡിയോയിൽ കണ്ടത്, അതുകൊണ്ടാണ് നമ്മൾ ചേർത്തത്. ഇനി ഇത് തിളയ്ക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മൂടി വെച്ചേക്കാം. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി ഇതിനകത്തോട്ട് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലവണ്ണം തിളച്ച് നമുക്ക് ഇനി ഇതിനകത്തോട്ട് അരി ഇടാം. അരി കൂടി പോകുന്നുണ്ടോ? ഇച്ചിരി ടാസ്ക് ആണ്. നമുക്ക് എങ്ങനെയെങ്കിലും അത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടാക്കിയാൽ മതി. ഈ അരി അപ്പൊ നമ്മള് ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് എന്നിട്ട് അത് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. കുറുമ്പ് ഇതിനകത്ത് കയറിപ്പോയി വന്നു. അതിസാഹസികരമായി നമ്മളുടെ അരി ഇതിനകത്തോട്ട് ഇട്ട് ഇനി ഒന്ന് ഇളക്കണം. എന്നിട്ട് അരി വേകാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതൊന്ന് വേകട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ ഇത് രണ്ടും ഓഫ് ചെയ്ത് ചിക്കനും നമ്മുടെ റൈസും വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെക്കണം. ഇതേ അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. നമുക്ക് പാത്രം ഇല്ലാഞ്ഞുകൊണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുണ്ട് കിടക്കുന്നില്ല. അപ്പം ബിരിയാണി പവനായി ശവമായേന്. ഇതിന് ദം ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ചിക്കൻ കറി ഇതിനകത്തോട്ട് എടുത്ത് മാറ്റണം. അപ്പം നമ്മൾ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് നമ്മുടെ റൈസും കൂടി ഇതിനകത്തോട്ട് ഇടാം. അങ്ങനെ കഷ്ടപ്പെട്ട് ചിക്കനും ഇതൊക്കെ ഇതിനകത്തോട്ട് വെച്ചു. നമ്മൾ കിസ്മിസ് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണ്. ആ നെയ്യോട് കൂടി അങ്ങ് ചേർക്കുവാണ്. നമ്മൾ കിസ്മിസ് നെയ്ക്കകത്തിട്ടാണ് വറുത്തത്, അപ്പം അതോടുകൂടി അങ്ങ് ചേർക്കുവാണ്. പിന്നെ അതേ ബാലൻസ് ഇത് വറുത്ത് വെച്ചിട്ടുള്ള ഇത് അതും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്തു. നല്ല ഡിസൈനിലിട്ടിട്ടുണ്ട്. എന്താ നോക്കി. പിന്നെ ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് പുതിനയിലയും കൂടി നമ്മുടെ ചിക്കൻ്റെയും ഈ റൈസിൻ്റെ ഇടയ്ക്ക് ചേർക്കേണ്ടതായിരുന്നു. പക്ഷെ നമ്മളിൽ അതില്ലാഞ്ഞുകൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ മറന്നുപോയി സത്യത്തിൽ അത്. അപ്പോൾ എന്തേ ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർന്ന് നല്ല ദമ്മായിട്ട് നല്ല ബിരിയാണി ആയി കിട്ടും. ഇവിടെ ബിരിയാണി ടെസ്റ്റിങ് ഇപ്പോഴേ തുടങ്ങി. ഇവിടെ നമ്മുടെ ഉണ്ടാക്കി വെച്ച റൈസും എന്താണ് ചിക്കൻ്റെ ഗ്രേവിയും കൂടെ കൂട്ടി ഇപ്പോഴേ ഇത് തുടങ്ങി. എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? ബാക്കി നമുക്കിനി അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാകണം. നമുക്കൊന്നൊന്ന് പൊക്കി നോക്കാം. മറം പിടിക്കാൻ പോയ യുവാവിന് പറ്റുക. അല്ല നല്ല ആവി കയറി സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്കേ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചേക്കാം. അപ്പോൾ നല്ലവണ്ണം ഇളക്കി നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ട്. ബിരിയാണി ഇച്ചിരി ചൂട് മാറിയിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഇച്ചിരി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കും. അത് കഴിഞ്ഞ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിച്ച് നമ്മുടെ ബിരിയാണി ഇതേ സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അച്ചാർ കൂടി വേണ്ട, നാരങ്ങ അച്ചാർ. ഇതേ നമ്മൾ ബിരിയാണി കഴിച്ച് നോക്കാൻ പോവാണ്. നമ്മളെ സ്വന്തം പ്രിപ്പറേഷനിൽ എല്ലാവൻ്റെയും വീഡിയോ കണ്ട ബിരിയാണി. അതാ അടിപൊളി. കുറേ നോട്ട എന്തൊരു നല്ലതായിരുന്നു. സ്വന്തമായിട്ട് ഒരു ബിരിയാണി അയച്ച് കഴിക്കണമല്ലോ. ഒരു പപ്പടവും കുറച്ച് നാരങ്ങയും ഒരു മുട്ടയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കാണാനൊരു ലുക്കും കൊള്ളാം.
അതല്ലേ കുറവ് കൂടുതലൊന്നുമില്ലല്ലോ ഉപ്പ് ഒത്തിരി ഉപ്പ് ഡൗൺ സൈഡിലോട്ടാണ്. പക്ഷെ എന്നാലും ഈ സലാഡൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, നമുക്ക് കോംപ്രമൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബിരിയാണി പ്രിപ്പറേഷൻ സ്വന്തമായൊരു ബിരിയാണി അതായിരുന്നു ലക്ഷ്യം. അപ്പം കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്, ടേസ്റ്റും ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. ഒരിത്തിരി എഫേർട്ട് ഇടാമെങ്കിൽ നല്ലൊരു ബിരിയാണി വീട്ടിൽ തന്നെ കഴിക്കാം. വെളിയിൽ പോയി വെറുതെ കഴിച്ചും മടുത്തു. പിന്നെ വെളിയിൽ പോകുമ്പോഴും ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർത്തപ്പോഴാണ് സ്വന്തമായിട്ട് ഒന്ന് ചെയ്യുന്നത്. മന്തി ഉണ്ടാക്കി നോക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. ഇച്ചിരി കൂടി പണിയുണ്ട്, ഇച്ചിരി എഫേർട്ട് എടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് നോക്കാം, പറ്റുവാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.